നമസ്കാരം. ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ആക്രമണം ഉണ്ടായാലും ആളുകൾക്ക് ബങ്കറിൽ അഭയം തേടാൻ കഴിയും. ജീവഹാനികാര്യമായി സംഭവിക്കുന്നില്ല, മരണമുണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഏറെക്കാലങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾ അതൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്. ഇടക്ക് ഞങ്ങളിതാ ടെല്ലവീവിലുണ്ട്, ഞങ്ങളിതാ ജെറുസലേമിലുണ്ട്, ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരു വീഡിയോ പടച്ചുവിടുകയും ചെയ്യും. ആളുകളൊക്കെ അതിന്റെ പുറകെ പോകും. യഥാർത്ഥത്തിൽ ഇസ്രായേലിനകത്ത അവസ്ഥ അതിദയനീയമാണ്. ഇതിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പേര് ബ്രജ് മോഹൻ സിംഗ് എന്നാണ്. അദ്ദേഹം ഇൻസ്റ്റയിലും അതുപോലെ തന്നെ FB-യിലും ഒക്കെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബ്രജ് മോഹൻ സിംഗ് എന്ന് ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ അദ്ദേഹം തുറന്നു പറയുന്ന, ഹിന്ദിയിൽ പറയുന്ന വീഡിയോ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഗൂഗിളിലൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് വീഡിയോ ഉണ്ട്, അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവിടെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഇസ്രായേലിനകത്ത് അവസ്ഥ ദയനീയമാണ്. ബങ്കറിനകത്ത് പോലും ആളുകൾ മരിച്ചു വീഴുകയാണ്. 100 അടി ആഴത്തിലാണ് ഈ ബങ്കറുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിന് മുകളിലൊക്കെ വലിയ കോൺക്രീറ്റ് ഭിത്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇറാന്റെ മിസൈലുകൾ നേരത്തെ ഒന്നും ഉണ്ടായ ആക്രമണം പോലെയല്ല. കഴിഞ്ഞ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലൊക്കെ ഇറാന്റെ മിസൈലുകൾ അത്ര കാര്യമായ രീതിയിൽ ബങ്കറുകളിലെ ആളുകളെ ബാധിച്ചിട്ടില്ല. ഇതിപ്പോൾ ബങ്കറുകളെയൊക്കെ തകർത്ത് ബങ്കറിനകത്ത് നിൽക്കുന്ന ആളുകൾ പോലും മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സുരക്ഷിതരല്ല. പിന്നെ മൊബൈൽ അലർട്ട് കൃത്യമായി ലഭിക്കുന്നില്ല. 10 മിനിറ്റ് മുമ്പ് മൊബൈലിൽ അലർട്ട് ലഭിക്കും എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് പുറത്ത് പ്രചരിക്കുന്ന വാർത്ത. എന്നാൽ ഇപ്പോൾ മൊബൈലിൽ കൃത്യമായി അലർട്ട് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ റഡാർ സംവിധാനങ്ങളെയൊക്കെ ഇറാൻ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അലർട്ട് ലഭിക്കുന്നില്ല, സൈറൻ മുഴങ്ങുന്നില്ല. ഒരു പ്രദേശത്ത് ആക്രമണം ഉണ്ടായാൽ ആ പ്രദേശത്തേക്കുള്ള ലൊക്കേഷൻ പോലും ഇവിടെ അവിടുത്തെ ഗവൺമെന്റ് ആർക്കും കൊടുക്കാറില്ല. അങ്ങോട്ട് ആരെയും കടത്തിവിടാറില്ല. യാദൃശികമായി ആരെങ്കിലും എത്തിപ്പെട്ടാൽ അവിടെയുള്ള ആളുകൾ, നിലവിലുള്ള ആളുകൾ പറയും, ആ കാണുന്ന പ്രദേശത്ത് 4 or 5 വീടുകൾ ഉണ്ടായിരുന്നു, ഈ വീടുകളൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ അപ്രത്യക്ഷമായി എന്ന് ആ ആളുകൾ പറയുന്ന കാര്യം മാത്രമേ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് അറിയാൻ കഴിയൂ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു കാര്യവും തുറന്നു പറയില്ല. പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിലുണ്ടെങ്കിൽ ഈ ആശുപത്രിക്കകത്തേക്ക് മറ്റുള്ള ആളുകൾക്ക് കടന്നു പോകാൻ കഴിയില്ല, അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല, അവരുമായി സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അപകടം സംഭവിച്ച സ്ഥലങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. വലിയ അപ്പാർട്ട്മെന്റുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ബങ്കറിനകത്ത് പോലും ആളുകളുടെ അവസ്ഥ സുരക്ഷിതമല്ല. അതുപോലെ മൊത്തത്തിൽ ഇസ്രായേലിനകത്ത അവസ്ഥ മൊത്തത്തിൽ താറുമാറായിരിക്കുന്നു എന്നാണ് ബ്രജ് മോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിദയനീയമാണ് ഇസ്രായേലിലെ അവസ്ഥ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ എന്തായാലും ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിച്ചു വീണാൽ അവർക്കൊന്നുമില്ല. അവിടുത്തെ നേതാക്കന്മാരും മന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ അവരൊക്കെ സേഫാണ്. പ്രധാനമന്ത്രി ആ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന കാര്യം അറിയില്ല. അതേസമയം നാട്ടുകാരുടെ അവസ്ഥ അതിഭീകരമാണ്. ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇവിടെ ഹിസ്ബുള്ള കൂടെ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങൾ, ലബനോനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ ഒട്ടും സുരക്ഷിതമല്ല. 12ഓളം വരുന്ന ഇസ്രായേൽ സൈനികർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്ന വാർത്ത, ഈ ലബനോനുമായിട്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു. നിരവധി ഇസ്രായേൽ സൈനികരെ ഇവിടെ ഹിസ്ബുള്ള തടവിലാക്കി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനും അമേരിക്കക്കും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇവിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ദീർഘനേരം ഫോണിൽ സംസാരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചൈന ഇവിടെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് കൂടുതൽ സമയം ഇവിടെ ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചത്. തൊട്ടടുത്ത നിമിഷങ്ങളിലാണ് ഗൾഫിലേക്കുള്ള ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് ഇറാൻ ക്ഷമ പറഞ്ഞ് രംഗത്തെത്തിയത്. വരും ദിവസങ്ങളിൽ ഈ ഒരു നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട്, അതായത് റഷ്യയും ചൈനയും ഒക്കെ ഇടപെട്ട് ഇറാന് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിനുള്ള ഒരു പ്രത്യുപകാരം ഇറാന് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൂടെ ലഭിച്ചാൽ എന്തായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവസ്ഥ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല.